ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. കണിമംഗലത്ത് പോലീസുകാർ വന്ന് അന്വേഷിച്ചതിന് ശേഷം കൽപ്പന എല്ലാവരോടും ഓരോന്ന് ഞോണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അവളുടെ ആ ചോദ്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ പത്മിനി അവളെ വഴക്കും പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നു, കണിമംഗലം കുടുംബത്തിന് ഒരു നിലപാടുണ്ടായിരിക്കണം, അതായത് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു നിലപാട് തന്നെ. അതൊക്കെ കേട്ടിട്ട് പരമേശ്വരൻ പറയുന്നു, എന്തായാലും ഇപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ കൊലപാതകത്തിൽ പങ്കാളിയാണെന്ന് ഞാൻ അറിയാൻ ഇട വന്നാൽ അതാരായാലും അവരെ ഞാനായിരിക്കും നിയമത്തിന്റെ മുന്നിലോട്ട് പിടിച്ചോണ്ട് പോകുന്നത്. ഇതുതന്നെയാണ് കണിമംഗലത്തെ തീരുമാനം. ഇതൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് പരമേശ്വരൻ പറയുന്നത്. അതൊക്കെ കേട്ട് ചിലരിങ്ങനെ ടെൻഷനോടെ ഇരിക്കുവാണ് അവിടെ. തന്ത്രിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഡോക്ടർ അങ്ങനെ തന്ത്രിയെ പരിശോധിക്കുന്നു. അരികിൽ യശോദ ടെൻഷനോടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ യശോദയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായി കാണിച്ചത്? ഇദ്ദേഹത്തിൻ്റെ പേരിൽ നല്ല ശ്രദ്ധ വേണമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ യശോദയോട് ചോദിക്കുന്നുണ്ട്. യശോദയപ്പം കരഞ്ഞുകൊണ്ട് പറയുവാണ്, പ്രിയങ്കയുടെ മരണവും കണിമംഗലത്തുണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുവാണ്. സ്വന്തം മകൾ മരിച്ച കാര്യം അച്ഛനോട് പറയാതിരിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് പൊട്ടിക്കരയുവാണ് യശോദ. യശോദ അങ്ങനെ കരയുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, ഐ ആം സോറി, ഇവിടെ വെച്ച് സംസാരിക്കാതെ പുറത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയെക്കുറിച്ച് പറയാനുണ്ട്, നിങ്ങൾ പുറത്തോട്ട് വാ എന്നും പറഞ്ഞ് ഡോക്ടർ യശോദയെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ഇത്തരം ഒരവസ്ഥയിൽ നിങ്ങളെ എന്ത് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കണോ എന്നറിയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അരിയിലോട്ട് ഇപ്പോൾ നിങ്ങൾ പോകണ്ട, എന്താ വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ യശോദയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആറ്റുവാശ്ശേരിയിൽ സുകുമാരിയമ്മയെ കാണാതെ അയൽക്കാരും രാധികയെല്ലാം അവിടെ എല്ലാം ഓടി നടന്ന് നോക്കുവാണ്. എല്ലാവിധ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ടാണ് രാധിക ഇങ്ങനെ മുത്തശ്ശി എന്നും പറഞ്ഞ് അവിടെ എല്ലാം ഓടി നടക്കുന്നത്. അവിടെ എല്ലാം അന്വേഷിച്ചിട്ടും സുകുമാരിയമ്മയെ അവിടെ എങ്ങും കാണുന്നില്ല. രാധികയും വേറെ ഒരു പെണ്ണും കൂടെ ചേർന്ന് ആ ബെഡ്റൂമിലും പൂജാറൂമിലും അവിടെ എല്ലാവരും ഓടി നടന്ന് നോക്കുവാണ്. പക്ഷെ അവിടെ എങ്ങും സുകുമാരിയമ്മയില്ല. അവർ രാധികയോട് പറയുന്നുണ്ട്, സുകുമാരിയമ്മ ഇവിടെ എങ്ങും കാണുന്നില്ല. സുകുമാരിയമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു പ്രിയങ്ക, അവളുടെ മരണം സഹിക്കാൻ പറ്റത്തില്ല, ഇനി എന്തെങ്കിലും അവിവേകം വല്ലോ അവർ കാണിച്ചോ എന്നൊക്കെ അവർ രാധികയോട് പറയുന്നുണ്ട്. മറ്റാരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ, എവിടെങ്കിലും സുകുമാരിയമ്മയെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ അന്വേഷിക്കുവാണ്. രാധിക പാവം അവിടെ എല്ലാം കരഞ്ഞുകൊണ്ട് വീണ്ടും അവിടെയൊക്കെ പോയി കിടന്ന് നോക്കുവാണ്. അവിടെ എങ്ങും ഈ സുകുമാരിയമ്മയില്ല. ഈ സുകുമാരിയമ്മ ഇത് എവിടെ പോയതാ? കാഷ്വാലിറ്റിയുടെ മുന്നിലിരിക്കുവാണ് യശോദ. രാധിക അപ്പോൾ യശോദയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. യശോദയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലിരിക്കുവാണ് രാധികയോട്. രാധികയുടെ ഫോണാന്ന് കണ്ടപ്പോൾ യശോദയ്ക്ക് ദേഷ്യം വരുവാണ്. പെട്ടെന്ന് ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. സ്വന്തം അനുജത്തിയുടെ മൃതശരീരം ആരും അറിയാതെ പോയി കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞിട്ട് ഇവളിനി എന്തോ പറയാനാ എന്നെ വിളിക്കുന്നത്? ഇവളെ എനിക്കിനി കാണുകയേ വേണ്ട എന്നൊക്കെ യശോദ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറയുന്നുണ്ട്. രാധിക പറയുന്നു, അമ്മ എന്താ ഈ ഫോൺ എടുക്കാത്തത്? ഇനി എല്ലാവരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുവാണോ? ദൈവമേ, ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രാധിക അവിടെ ഇരുന്ന് കരയുവാണ്. കണിമംഗലത്ത് വരുണിരുന്ന് വളരെ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ്. മുത്തശ്ശിയും സൂര്യയും അവനോടൊപ്പം ഇരിപ്പുണ്ട്. നിങ്ങളെ ഇപ്പോൾ എല്ലാവർക്കും കുറ്റപ്പെടുത്താനേ കഴിയൂ. പരമേശ്വരൻ്റെ രീതി കണ്ടില്ലേ? വരുൺ കുറ്റക്കാരനാണെന്നങ്ങ് വിധിച്ചു കഴിഞ്ഞു. ഇനി വരുണിനെ പോലീസിൽ ഏൽപ്പിച്ചാലേ പരമേശ്വരന് സമാധാനം കിട്ടുമെന്നാണ് തോന്നുന്നത്. അവൻ്റെ അച്ഛൻ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലീസുകാർക്ക് പിന്നെ അന്വേഷിക്കുന്നതിന് എളുപ്പമല്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു, എന്നെ ചോദ്യം ചെയ്തെങ്കിൽ ചെയ്തോട്ടെ മുത്തശ്ശി, എനിക്കതിൽ യാതൊരു പേടിയുമില്ല. അറസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, എന്നാൽ പിന്നെ സത്യം തെളിയുമല്ലോ. അത് കേട്ടുണ്ട് സൂര്യ പറയുന്നത്, നിന്നെ ആരാ അറസ്റ്റ് ചെയ്യാനാ? ആരാ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? നിന്നോടൊപ്പം ഞാനും ഉണ്ടായിരുന്നല്ലോ, അപ്പം ഞാനും കൂട്ടുപ്രതിയല്ലേ? കണിമംഗലത്തുള്ളവരാണ് പ്രിയങ്കയെ കൊന്നതെന്ന് പോലീസിന് ഉറപ്പുണ്ടെങ്കിൽ ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് സൂര്യ പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പനയും ഉർവശിയും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേ ഈ കുറ്റം മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ, അതോ നാട്ടിൽ ഇനി വേറെയും പല കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതൊക്കെ കൂടി ഏറ്റെടുക്കാനാണോ ഉദ്ദേശം എന്നൊക്കെ കൽപ്പന സൂര്യയോട് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞേക്കാം, സ്വന്തം ജീവിതം ഇല്ലാതാക്കിയിട്ടേ അനുജന് കൂട്ടുനിൽക്കാനൊന്നും പോവണ്ട. തെറ്റ് ചെയ്തത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം, അല്ലാതെ മറ്റൊരാളാവണ്ട അതിന് എന്നൊക്കെ കൽപ്പന ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സൂര്യ പറയുന്നു, കൽപ്പന താൻ അകത്തു പോ. എന്തിനാ ഞാൻ അകത്തു പോകുന്നത്? എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണ്ടേ? എന്നിട്ട് കൽപ്പന വരുണിനോട് പറയുക, ദേ വരുൺ, ഞാനൊരു കാര്യം നിന്നോട് വ്യക്തമായിട്ട് പറയാം. നീയും പ്രിയങ്കയുമായുള്ള പ്രശ്നത്തിലൊന്നും സൂര്യ ഇല്ലായിരുന്നു. പിന്നെ ആ ബോഡി ദഹിപ്പിക്കാൻ കൂട്ടുനിന്നത് സൂര്യ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം.
അങ്ങനെ നിന്നോടൊപ്പം കൂട്ടുവന്നതിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട മനുഷ്യനെ നീ ശിക്ഷിക്കരുത്. അത് കേട്ടിട്ട് ഉർവശി പറയാ, നീ ഒന്നും മിണ്ടാതിരിക്കുക കൽപ്പനെ. പോലീസുകാർ കുറ്റം ചെയ്തവരെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല. എന്താ അവർക്ക് കുറ്റവാളികളെ കണ്ടുപിടിക്കാനൊന്നും അറിയില്ലേ? എനിക്കൊന്നേ പറയാനുള്ളൂ, അവസാനമെല്ലാം വെളിച്ചത്ത് വരുമ്പോൾ ഈ പറയുന്നവരൊക്കെ കണിമംഗലത്ത് തന്നെ ഉണ്ടായാൽ മതി. അത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ദേഷ്യം വരിക. മുത്തശ്ശി പറയാ, ഉർവശി, ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ശവങ്ങൾ നോക്കി കഴുകന്മാരിങ്ങനെ പറന്നുകൊണ്ട് നടക്കുവേ. പക്ഷെ സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും ചത്തു കിടന്നാൽ കഴുകന്മാർ പോലും നോക്കാറില്ല. പക്ഷെ നിന്നെക്കൊണ്ട് അതൊക്കെ പറ്റൂ. എൻ്റെ മക്കൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് തന്നെയാണ്. ഇവനെ പോലീസ് പിടിക്കുമെന്നും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നൊക്കെ നിങ്ങളാരും ഒന്നും കരുതുകയും വേണ്ട. പിന്നെ മൃതശരീരം കത്തിച്ചതിൻ്റെ പേരിലാണ് ഇവരെ കൊണ്ടുപോകുന്നതെങ്കിലേ അതിൽ നിന്റെ ഭർത്താവും കാണും കൂടെ. വെറുതെ തീക്കൊള്ളി വെച്ച് തല ചൊറിയല്ലേ മോളെ. ഇങ്ങനെയൊക്കെ മനസ്സിൽ വലിയ വലിയ കോട്ടകളൊക്കെ കെട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ആരെങ്കിലും അതൊക്കെ വന്നങ്ങ് തകർക്കും. കുറ്റം ചെയ്തത് ആരാണെങ്കിലും അവരെ വന്ന് പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. ഇതൊന്നും കേട്ടു നിൽക്കാനാവാതെ കൽപ്പന വാ ചെറിയമ്മേ എന്നും പറഞ്ഞ് ഉർവശിയും കൂട്ടി പോകുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഒന്നും പറ്റിയില്ല ഇവർ തന്നെ ഒറ്റ കൊടുക്കുകയും ചെയ്യും. അതിന് അവരിൽ നിന്നും നമ്മൾ നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ മുത്തശ്ശി. പിന്നെ എന്താ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അല്ലേ ചേട്ടാ? അവരെന്തൊക്കെ ചെയ്താലും എനിക്കിതിൽ യാതൊരു പരിഭവവും ഇല്ല. പ്രിയങ്കയുടെ ഈ കേസ് നല്ല രീതിക്ക് തന്നെ അന്വേഷിക്കണം, ആളെ കണ്ടുപിടിക്കുകയും വേണം. ഇതുതന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. അവളെ കൊന്നത് ആരായാലും അവർ വെളിച്ചത്ത് വരണമല്ലോ. ഈ സമയത്ത് ഡോക്ടർ തന്ത്രിയെ പരിശോധിക്കുവാണ്. യശോദയും തന്ത്രിയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. തിരുമേനി എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട്. ഈശ്വര, ദേവേട്ടൻ കണ്ണ് തുറന്നല്ലോ എന്ന് പകുതി ആശ്വാസത്തിൽ നിൽക്കുവാണ് യശോദ. തന്ത്രി ഡോക്ടറോട് ചോദിക്കുന്നു, ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിച്ചട്ടെ. മരണത്തിൻ്റെ വക്കോളം എത്തിയ എന്നെ ജീവൻ തിരിച്ചു തന്നത് ഡോക്ടറാണ്. എന്നാൽ എനിക്കിനി ഈ ജീവൻ വേണ്ട, ഇതങ്ങ് തിരിച്ചെടുത്തുകൂടെ എന്നൊക്കെ തന്ത്രി ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുവാണ്. എൻ്റെ ഭഗവാനെ, എനിക്ക് എന്തിനു വേണ്ടിയാ ഈ ജീവൻ ഇങ്ങനെ തിരിച്ചു തന്നത്? എൻ്റെ മോള് പോയി, എൻ്റെ മോള് കത്തിക്കരിഞ്ഞില്ലാണ്ടായി. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞ് തന്ത്രി കരയുന്നുണ്ട്. കരയുന്ന തന്ത്രിയെ ഓരോന്ന് പറഞ്ഞ് ഡോക്ടർ ആശ്വസിപ്പിക്കുന്നുണ്ട്. പട്ടിണിയുടെ വക്കത്താണെങ്കിലും എൻ്റെ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ തന്നെയാണ് എൻ്റെ സമ്പാദ്യം. അതിലൊരാളെ എനിക്കൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. മരണം അവളെ കൊണ്ടുപോയി. അവസാനമായി എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണമായിരുന്നു. അത് നിഷേധിച്ചതിൻ്റെ കാരണമൊന്നും ഡോക്ടർ എന്നോട് പറയണ്ട. ഡോക്ടർ എന്നിട്ട് യശോദയോട് പറയുന്നു, തിരുമേനി ഒന്ന് കുറച്ചു നേരം റിലാക്സ് ആയിക്കോട്ടെ, നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് യശോദയെ വിളിച്ച് പുറത്തോട്ട് വരുന്നുണ്ട് ഡോക്ടർ. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, തിരുമേനി മോളെ ഓർത്തിങ്ങനെ കരയുമ്പോൾ കൂടെ നിങ്ങളും കരയരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടീഷൻ വളരെ മോശമാകത്തതേ ഉള്ളൂ. ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാതെ യശോദ അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. പ്രിയങ്ക മരിക്കുന്നതിന് മുമ്പ് വരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണിമംഗലത്ത് പരമേശ്വരനോട് ആലോചിക്കുവാണ്. വരുൺ അന്ന് പറഞ്ഞതായിരുന്നല്ലോ പ്രിയങ്കയെ പച്ചയ്ക്ക് കൊളുത്തി ഇല്ലാതാക്കുമെന്ന്. അപ്പോൾ പത്മിനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, മനസ്സിന് ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ല. ആരൊക്കെയോ ശത്രുക്കൾ നമ്മുടെ പുറകെ ഉള്ളതുപോലെ തോന്നുന്നു. ഇനി വരുണിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ച് കാണുമോ? വരുൺ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ മോൻ ഒരു കൊല ചെയ്യില്ല എന്ന് പത്മിനി ഉറപ്പിച്ച് പറയുവാണ്. പരമേശ്വരൻ പറയുന്നത്, ഞാനും ആശ്വസിക്കാൻ ശ്രമിക്കുവാണ്, പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ലല്ലോ. എത്രയോ നിരപരാധികളെ ശിക്ഷിക്കപ്പെടുന്നു. അതുപോലൊരു കേസിൽ നമ്മുടെ മകൻ വരുണിനെയും ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എൻ്റെ പേടി. അക്കാര്യത്തിൽ അച്ഛനമ്മമാരെപ്പോഴും സ്വാർത്ഥരായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികളായ മക്കളെ പോലും മാതാപിതാക്കൾ ചേർത്ത് പിടിക്കും. വരുൺ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നത് പോലും എൻ്റെ ഉള്ളു പൊള്ളിക്കൊണ്ടാണ്. ഒന്നും പറ്റരുതേ എന്നുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടുമാണ്. അപ്പോൾ പത്മിനി പറയുന്നു, വിഷമിക്കരുത്, എല്ലാ കാര്യത്തിനെയും നമ്മൾ നേരിട്ടേ പറ്റൂ. നമ്മുടെ ധൈര്യമാണ് നമ്മുടെ രക്ഷ എന്നൊക്കെ പറഞ്ഞ് പത്മിനി സമാധാനിപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത മുറിയിൽ ചന്ദ്രശേഖർ ഇന്ന് മദ്യപിക്കുവാണ്. ചന്ദ്രശേഖറിൻ്റെ അടുത്ത് തന്നെ ഗൗതമും ഉണ്ട്. നിരപരാധികളെ കൊടുക്കുന്നതിൻ്റെ പേരിൽ രണ്ടുപേരും വലിയ സന്തോഷത്തിലുമാണ്. ഒരാഘോഷമൊക്കെ വരുമ്പോൾ സ്ഥാനം നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ചന്ദ്രശേഖർ പറയുന്നുണ്ട്. ഇനി ഞാൻ തൻ്റെ ഇടത്തോടെ പറയും, കണിമംഗലത്തെ രാജകുമാരൻ നീയാണെന്ന്. മുമ്പൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാനതങ്ങ് നിർത്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് വീണ്ടും തുടരുവാണ്. അത് കേട്ട് ഗൗതവും വളരെ സന്തോഷത്തോടെ പറയുവാണ്, ആ സ്ഥാനം എനിക്ക് വേണം. പക്ഷേ അതിനു മുൻപ് എനിക്ക് തീർക്കാനുള്ള കുറച്ച് കണക്കുകളുണ്ട്. അതെന്താ മോനെ, ഞാനറിയാത്ത കുറേ കണക്കുകൾ നിനക്കുള്ളത്? അതെന്താണെന്നും എന്തിൻ്റെ പേരിലാണെന്നും ഉള്ളതൊക്കെ ഞാൻ അച്ഛനോട് പറയാം.
അപ്പോൾ ഫ്രണ്ട്സ്, അച്ഛനും മോനോടെ വലിയ കണക്കൂട്ടലാണ്. വരുണും സൂര്യയും ഈ കൊലപാതകത്തിൽപ്പെട്ട് അകത്തു പോകുന്നു. അങ്ങനെ സകല സ്വത്തുക്കളുടെയും അധികാരിയും രാജകുമാരനുമായി ഗൗതമൻ തീരുമെന്നുള്ള പ്രതീക്ഷിച്ച് അവരങ്ങനെ ഇരിക്കുവാണ്. എന്നാൽ ആ പ്രതീക്ഷ ഒരിക്കലും നടക്കില്ല എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.